യൂട്യൂബിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമുള്ള പരിപാടിയാണല്ലേ. നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലർക്കെങ്കിലുമൊക്കെ ഒരു തവണയെങ്കിലും തോന്നിയിട്ടുണ്ടാവും നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസിനോടൊപ്പം തന്നെ ഈ യൂട്യൂബ് മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. അതായത് നമ്മൾ ഈ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ തന്നെ നിൽക്കാതെ നമ്മൾ മറ്റേതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ സ്ക്രീൻ നമുക്ക് ലോക്ക് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഈ പാട്ട് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കുമെന്ന് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് ഇത്തരത്തിൽ യൂട്യൂബ് മ്യൂസിക് അല്ലെങ്കിൽ യൂട്യൂബ് ഓഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെ പ്ലേ ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന്. കാരണം എല്ലാവരുടെയും ഫോണിൽ ഈ ക്രോം എന്നുള്ള ആപ്ലിക്കേഷൻ കാണാതിരിക്കില്ല. അപ്പോൾ നേരെ ക്രോം ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന നമുക്കറിയാം സെർച്ച് അഡ്രസ് ബാറിൽ നിങ്ങൾ youtube.com എന്ന് ടൈപ്പ് ചെയ്യാം. youtube.com. അപ്പോൾ ഡയറക്റ്റ് അത് തന്നെ നമുക്കിവിടെ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ ഓൾറെഡി കാണാം. ദെൻ എനിക്ക് കോപ്പിറൈറ്റ് മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഞാനൊരു കോപ്പിറൈറ്റ് ഫ്രീ സോങ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇതും ഞാനെടുത്ത് പ്ലേ ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാം സംഭവം പ്ലേ ഒക്കെ ആവുന്നുണ്ട്. പക്ഷേ ഞാൻ ബാക്ക് അടിക്കുമ്പോഴത്തേക്കും അത് ഔട്ടായി അല്ലേ. അല്ലെങ്കിൽ അത് യൂട്യൂബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ജസ്റ്റ് മിനിമൈസ്ഡ് ആയി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് ഞാൻ മൊത്തം പുറത്തേക്ക് അല്ലെങ്കിൽ ഹോം സ്ക്രീനിലേക്ക് ഞാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഓഫ് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ക്രോമിനുള്ളിൽ നമുക്ക് പറ്റും. അപ്പോൾ ജസ്റ്റ് ആ മ്യൂസിക്, നിങ്ങൾക്ക് ആവശ്യമുള്ള മ്യൂസിക് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ നമുക്കൊരു ആരോ ഐക്കൺ കാണാം. മിക്കവരുടെയും ഫോണിൽ ഒരു പക്ഷേ അവിടെ 3 ഡോട്ട്സ് ആയിരിക്കും ക്രോമിനുള്ളിൽ. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴ്വശത്ത് ഇവിടെ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ചെക്ക് ചെയ്യാം. ദെൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആ മൊബൈൽ ആപ്ലിക്കേഷൻ വ്യൂ നേരെ തിരിഞ്ഞ് നമ്മുടെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് എങ്ങനെയാണോ യൂട്യൂബ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും പോവുക. ഓക്കെ, അപ്പം നമുക്കിവിടെ കാണാം ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ യൂട്യൂബ് ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യുന്ന ആ സെയിം അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ആ മൊബൈൽ വേർഷനിൽ നിന്ന് നമ്മൾ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് മാറി. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് പ്ലേ ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ നേരെ ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോവുക. ബാക്ക് അടിച്ച് പോകരുത്, നേരെ ഡയറക്റ്റ് ഹോം സ്ക്രീനിലേക്ക് പോവുക. ഹോം സ്ക്രീനിലേക്ക് പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾ നേരെ നിങ്ങളുടെ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്ന് എടുത്തേക്കുക. ഇത് ഇവിടെ മുകളിൽ കിടപ്പുണ്ട്, നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ സോങ് ഏതാണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ അത് നിങ്ങൾ പ്ലേ ചെയ്തേക്കുക. ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷനിലൊന്നും നിൽക്കാതെ തന്നെ ഇത് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്ന ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ സ്ക്രീൻ ഞാൻ ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ലോക്ക് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. അതായത് നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിലാണെങ്കിൽ അത് ഓണായി തന്നെ ഇരുന്നാൽ മാത്രമേ അത് പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ ഈ സ്ക്രീൻ ലോക്ക് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി പിന്നെയും പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. ഇതാ ഇതുപോലെ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പം നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ തന്നെ യൂട്യൂബ് മ്യൂസിക് നമുക്ക് ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓൾറെഡി അറിയാവുന്നവരുണ്ടാവും. ഇനി അറിയത്തില്ലാത്ത ആളുകളുണ്ടായിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.